കൊട്ടാരക്കരയുടെ മുൻ എം.എൽ.എ. ആയിരുന്ന ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമാണ്. പാർട്ടിയിൽ വന്നതു മുതൽ വലിയ തോതിലുള്ള സ്വീകരണങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. ഇന്നത് തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. അത് ഒരു പാർട്ടിയിലേക്ക് ഒരു കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമല്ലേ അത്. ഈ പാർട്ടി അത് എൻ്റെ ഒരു പ്രവർത്തനങ്ങളും ഇത്രയും കാലം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു കുറേ കൂടി സഹായകരമാകുമെന്ന് അവർക്ക് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, സ്വീകരണങ്ങളൊക്കെ. ഇടതുപക്ഷത്തിൽ നിന്ന് CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് തോന്നുന്നത്? കാരണം കുറച്ച് ആഴ്ചകളായി മാറിയിട്ട്. അപ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് ഐഷ പോറ്റി ഫീൽ ചെയ്യുന്നത്? മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് കൂടുതലൊരു ഫ്രീഡം ഉണ്ടെന്നുള്ളത് സത്യമാണ്. കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ. മറ്റേത് അത്തരം ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? വിലങ്ങുണ്ടായിരുന്നോ കൈകൾ? വിലങ്ങ് മീൻസ് അങ്ങനെയല്ല, ഇന്നത് രീതിയിൽ പറയണം എന്നുള്ള ഒരു ചട്ടക്കൂടുണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പൊതുവായ കാര്യങ്ങളിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ളതിന് ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ ഉണ്ടായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഐഷ പോറ്റിക്ക് പിന്നാലെ ജില്ലയിലെ പ്രാദേശികമായി പല നേതാക്കളും CPM വിട്ട് UDF-ന്റെ ഭാഗമാകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയെങ്കിലും CPM തിരുത്താൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ, ഇങ്ങനെ തുടർച്ചയായി കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്ന സമയത്ത്? ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നേ ഇല്ല പാർട്ടി പഠിക്കുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പോയെങ്കിൽ പോട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ നന്നായിട്ട് പണിയെടുക്കുന്നതുകൊണ്ടാണല്ലോ ഒരു പ്രസ്ഥാനം വലുതാവുന്നത്. അപ്പോൾ അവരെയൊക്കെ മനസ്സിലാക്കുകയും സഖാക്കളുടെ പ്രയാസങ്ങൾ എന്താണെന്നും എവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന് കറക്റ്റ് ചെയ്താൽ നല്ലത്. അത്രയേ ഉള്ളൂ. എനിക്ക് കറക്റ്റ് ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. ഈ CPM ഒക്കെ ഇന്നാൾ പറഞ്ഞത്, പുറത്താക്കിയ ഘട്ടത്തിലൊക്കെ പറഞ്ഞത് വഞ്ചിച്ചു എന്നൊക്കെയാണ്. കാരണം പാർട്ടി ഒരുപാട് സ്ഥാനങ്ങൾ തന്നു, ഇപ്പോൾ വീണ്ടും സ്ഥാനമോഹം കൊണ്ടൊക്കെയാണ് UDF-ലേക്ക് പോയതെന്നൊക്കെയാണ് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ എന്താ പറയുക, ഇത്രയും പ്രായമായി പറ്റാവുന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിയതാണ്. അപ്പോൾ ആ ഒരു സ്ഥാനമോഹം എന്ന CPM ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനമോഹം എന്ന് പറയുന്ന അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് പറയുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് എത്രയോ പേര് അങ്ങോട്ട് ചെന്നു. KV തോമസ് സാറൊക്കെ 7-8 തവണയൊക്കെ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളല്ലേ. അദ്ദേഹം അങ്ങോട്ട് പോയി. അപ്പോൾ അതും ഇതും തമ്മിൽ ഇങ്ങോട്ട് വരുന്നതെല്ലാം നല്ലതും അങ്ങോട്ട് പോകുന്നതെല്ലാം മോശം എന്ന് പറഞ്ഞാൽ അത് അവരുടെ മൈൻഡ് സെറ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അവനവൻ്റെ ചിന്താധാര അനുസരിച്ചാണ് ഓരോരുത്തർ റെസ്പോണ്ട് ചെയ്യുന്നത്. അധികാരം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിനല്ല, അത് പൊതുജന സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് അധികാരം വരുന്നത്. അത് 100% നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പഴയ പാർട്ടിക്കാരെ കാണുമ്പോൾ അവർ സംസാരിക്കാറുണ്ടോ? പഴയ ബന്ധം ഒക്കെ കണ്ടാൽ സംസാരിക്കും. ചിലർക്കൊരു പേടിയാണ്. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ഇനി പാർട്ടിയിൽ നിന്ന് നടപടി വരുമോ, അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ആരോടെങ്കിലും മിണ്ടിയാൽ പിന്നെ അത് പ്രശ്നമാണോ എന്നുള്ളൊരു പേടി കാണുമായിരിക്കും. എന്തായാലും ഉള്ളിലൊരു സ്നേഹം കാണും. എനിക്കും അവരോട് നല്ല സ്നേഹമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. മണ്ഡലത്തിൽ ഉടനീളം ഐഷ പോറ്റിയുടെ ബോർഡും ഒക്കെ വെച്ച് വലിയ പരിപാടികളാണ് നടത്തുന്നത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആവാൻ സാധ്യതയുണ്ടോ? വരട്ടെ, അന്നേരം പറയാം. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ പറയാം. നിലവിൽ അത്തരം ആശയവിനിമയമൊന്നും ഉണ്ടായിട്ടില്ല. അത് അവർ തീരുമാനിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. ഈ കൊട്ടാരക്കരക്കാരെ വീണ്ടും ഐഷ പോറ്റി വേണമെന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവില്ലേ? അത് ആ സമയത്തല്ലേ. ആ സമയത്ത് എന്തായാലും എനിക്ക് എന്ത് ചുമതല ചെയ്യാൻ പറ്റുമോ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. UDF പറഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞാൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഉണ്ടാകും. അങ്ങനെ നമുക്ക് പാർട്ടിയല്ലേ അത്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം ഞാനുണ്ടാവും. പാർട്ടി ഏത് തീരുമാനം എടുക്കുമ്പോഴും അതിനൊപ്പം ഉണ്ടാവും. ഈ 2006 വലിയ വിജയമാണ് ഈ മണ്ഡലത്തിൽ നേടിയത്. അന്ന് അധികായനായ ആളൊക്കെയാണ് പരാജയപ്പെടുത്തിയത്. ആ ഒരു വിജയമൊക്കെ വീണ്ടും വന്നു കഴിഞ്ഞാൽ തുടരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. ആ ഒരു ഗ്രൗണ്ട് ഇപ്പോഴും ഇവിടെ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത് വരട്ടെ. മുന്നിലോട്ട് വരുമല്ലോ. വരട്ടെ, വരുമ്പോൾ നമുക്ക് നോക്കാം. കോൺഗ്രസ്സിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് വന്നിട്ട് കുറേ കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്.